ഹായ് ഗൈസ്, ഒന്ന് വയനാട് വരെ പോയാലോ? അങ്ങനെ ഞാനും ഹസ്ബൻഡും വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ കൂടെ എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ. അവർ മെഡിക്കൽ കോളേജിലാണ് വെയിറ്റ് ചെയ്യുന്നത്. അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. വയനാട്ടിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, അതിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സിനെ കണ്ടു. അവർ പെട്ടെന്ന് തന്നെ കയറി. നല്ല മഴയാണ് കേട്ടോ ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ പെട്ടെന്ന് തന്നെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാണ്. കാരണം നമ്മൾ യാത്ര പോകുമ്പോൾ എപ്പോഴും നമ്മളെല്ലാം റെഡി ആക്കണമല്ലോ. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു വണ്ടി സെറ്റാക്കി നമ്മൾ വീണ്ടും പോവുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് ഇവർ ഓരോ കമൻസൊക്കെ പുറകിലിരുന്ന് പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു മഴയത്ത് യാത്ര ചെയ്യാമെന്ന് പറയുന്നത്. അത് എത്ര ലോങ് ട്രിപ്പായാലും ഷോർട്ടായാലും ഭയങ്കര രസമാണ്. കാരണം പതുക്കെ ഡ്രൈവ് ചെയ്തിട്ട് ഒരു മെലഡി സോങ്സൊക്കെ വെച്ചിട്ട് നല്ല ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വൈബ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അത് വയനാട്ടിലേക്കാണെങ്കിൽ പിന്നെ പറയാനില്ല. കാരണം അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി അതാണല്ലോ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ചുരം കയറുന്ന സമയത്താണെങ്കിലും നല്ല രസമായിരുന്നു കേട്ടോ. മഴയത്ത് പോകും അത്യാവശ്യം നല്ല കോട ഉണ്ടായിരുന്നു. ഇത്രയ്ക്കും കോടയ്ക്കുള്ളിലൂടെ ഒരു യാത്ര ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ ഓരോ മൊമെൻറ്റ്സും അതിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അവിടെ ഇറങ്ങിയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി കേട്ടോ. കയറിയ സമയത്ത് ഹസ്ബൻഡ് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നല്ല ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തു. അതുപോലെ ദോശയും പത്തിരിയും പൊറോട്ടയും ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ചൂടോടൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിച്ചത് ദോശയും ബീഫ് ഫ്രൈ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം അത്രയ്ക്കും തണുപ്പും അതിൻ്റെ കൂടെ ഈ ചൂടുള്ള ദോശയും ബീഫ് ഫ്രൈയും അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ഫംഗ്ഷൻ്റെ സ്ഥലത്തെത്തി. ഇതാണ് കേട്ടോ അങ്ങനെ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. അവൻ്റെ റൂമിലുള്ള വ്യൂ ആട്ടോ ഇത്രയും കാണുന്നത്. അത്രയ്ക്കും അടിപൊളിയാണ് അവിടുത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഫംഗ്ഷൻ്റെ സ്ഥലത്ത് ഹൗസ് വാമിംഗ് ആണ് ഷെബീറിൻ്റെ. അപ്പം അത്രയും നല്ല തിരക്കായിരുന്നു. ഇത്രയും മഴയായിട്ട് പോലും അത്രയ്ക്കും നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ സ്ഥലത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. അവിടെ ബിരിയാണി ആയിരുന്നു. ആ ഒരു ബിരിയാണീൻ്റെ സ്മെല്ലും നല്ല ചൂടും ഒന്നും പറയാനില്ല. അത്രയ്ക്കും തണുപ്പിൻ്റെ ഇടയിൽ നല്ല ചൂടോടൊക്കെ നല്ലൊരു ബിരിയാണി കിട്ടുമ്പം എങ്ങനെയാണല്ലേ കഴിക്കാണ്ടൊക്കെ. നമ്മൾ ഈ ബീഫ് ഫ്രൈ കഴിച്ചതിൻ്റെ പുറകിലാണെങ്കിൽ ഇതും കൂടെ നമ്മൾ കഴിച്ച് എല്ലാം സെറ്റാക്കി നമ്മൾ തിരിച്ചു കേട്ടോ. കാരണം തിരിച്ച സമയത്ത് നമ്മൾ ഗൂഗിൾ മാപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് പണി പറ്റിച്ചു. വേറൊരു വഴി കൂടെ നമ്മൾ എത്തിപ്പോയി. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. ഓരോ കമൻസും ഓരോ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പോന്നു. അങ്ങനെ നമ്മൾ ഗാന്ധി ഗ്രാമത്തിൽ എത്തി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ഗാന്ധി ഗ്രാമത്തിൽ കയറിയിട്ട് വെറുതെ ചുമ്മാ നോക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അവിടുന്നും ഇതന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര കോടയായിരുന്നു കേട്ടോ. അങ്ങനെ കുരങ്ങന്മാരെയൊക്കെ കണ്ട് നമ്മൾ ചുരം ഇറങ്ങി കേട്ടോ. ഇതായിരുന്നു ഇന്നത്തേത്. ബായ്.